ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പരിചയപ്പെടുന്നത് കോവക്ക, കുമ്പളങ്ങ, ചെമ്മീൻ തീയൽ, പച്ചത്തീയൽ. ഇതിനാവശ്യം വേണ്ട സാധനങ്ങൾ: 5 കോവയ്ക്ക നീളത്തിലരിഞ്ഞത്, പച്ചമുളക് 2, കുമ്പളങ്ങ 1 പീസ് ചതുരത്തിലരിഞ്ഞത്, തക്കാളി 1, സവാള 1 അരിഞ്ഞത്, വറ്റൽമുളക് 2, കൊച്ചുള്ളി 2 ചെറുത്, താളിക്കാൻ ആവശ്യത്തിന് നീളത്തിലരിഞ്ഞത്. ആദ്യമായി കോവക്ക, സവാള, തക്കാളി, കുമ്പളങ്ങ, വറ്റൽമുളക്, പച്ചമുളക് ഇതെല്ലാം ഒരു ചീനച്ചട്ടിയിൽ അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് വെള്ളവും ഉപ്പും ചേർത്ത് കുറച്ച് നേരം കൂടെ സിമ്മിൽ വെച്ച് വേവിക്കുക. ആവശ്യം വേണ്ട സാധനങ്ങൾ: തക്കാളി, കുമ്പളങ്ങ, സവാള, കോവയ്ക്ക, പച്ചമുളക്. നല്ലതുപോലെ സ്റ്റൗവിൽ വെച്ച് വേവിക്കുക. ഒരു 4-5 ചെമ്മീൻ ഉപ്പും മഞ്ഞളും ഇട്ട് വേവിച്ചത് 2ആയി മുറിച്ചതും ഇതിനോട് വേണമെങ്കിൽ ചേർക്കാം. അത് ഓപ്ഷണലാണ്. സ്റ്റൗവിലൊരു 10 മിനിറ്റ് കൊണ്ട് ഇത് ഏകദേശം ഒന്ന് വഴഞ്ഞ് കിട്ടും. അതിനോട് അല്പം വെള്ളവും കൂടെ ചേർത്ത് അടച്ച് വെച്ച് വേവിക്കുക. സിമ്മിൽ വയ്ക്കുക, അല്ലെങ്കിൽ അത് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. ഇടയ്ക്കിടയ്ക്ക് അടപ്പ് തുറന്ന് ഇളക്കി ഒന്ന് കൊടുക്കാൻ ശ്രമിക്കണം. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ പാകമാവും. അതിനു മുമ്പ് നമുക്ക് അരയ്ക്കാനുള്ള സാധനങ്ങൾ നോക്കാം. തേങ്ങ ചിരകിയത് 1/2 മുറി, മുളക് പൊടി കാശ്മീരി മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ, 3-4 കൊച്ചുള്ളി, ജീരകം. ഇതെല്ലാം മിക്സിയിൽ നല്ലതുപോലെ മയത്തിൽ അരച്ചെടുക്കുക. തേങ്ങ, കാശ്മീരി മുളക്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കൊച്ചുള്ളി നല്ലോണം അരച്ച് മിക്സിയിൽ അരച്ച് ചേർത്ത് വയ്ക്കുക. അടപ്പ് തുറന്ന് നോക്കുക. നല്ലതുപോലെ പച്ചക്കറികൾ വെന്തിട്ടുണ്ടെങ്കിൽ ഈ അരപ്പ് അതിൽ ചേർക്കുക. നല്ലവണ്ണം മിക്സ് ചെയ്യുക. ഉപ്പ് ആവശ്യത്തിനുണ്ടോ എന്ന് വേണമെങ്കിൽ ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കാം. വെള്ളം ചേർത്ത് അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് കൂടെ സിമ്മിൽ വേവിക്കുക. ഈ സമയത്ത് വേണമെങ്കിൽ ആവശ്യത്തിന് ഉപ്പും എരിവ് ആവശ്യമുണ്ടെങ്കിൽ ആവശ്യത്തിന് മുളക് പൊടിയും വേണമെങ്കിൽ ചേർക്കാം. നല്ലതുപോലെ അടച്ച് വെച്ച് അരപ്പ് വേകുന്നതുവരെ സിമ്മിൽ വേവിക്കുക. 10 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കുക. ഇതെല്ലാം നല്ലവണ്ണം പാകമായിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലേക്ക് വിളമ്പാം. ഈ കറി ചപ്പാത്തിക്കും ചോറിനും ഉപയോഗിക്കാവുന്ന നല്ലൊരു കറിയാണ്. ആവശ്യമുണ്ടെങ്കിൽ നമ്മളിത് തിളച്ച് കഴിഞ്ഞ് സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം ആവശ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ കറിവേപ്പിലയും കുറച്ച് ഉള്ളി, വറ്റൽമുളകും ചേർത്ത് ഒന്നുകൂടെ താളിക്കുന്നത് കറിക്ക് കൂടുതൽ ടേസ്റ്റ് നൽകും. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ചാനൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.